ഞാൻ അതിൻ്റെ ഒരു 3D എനിക്ക് തന്നു. 3D നോക്കിയപ്പോൾ ഞാൻ പ്രേം സാറടുത്ത് ചോദിച്ചു, ഇത് എൻ്റെ വീട് തന്നെയാണോ അതോ വേറെ വല്ല വീടും ആക്കി തന്നാണ് സത്യം ഞാൻ വിചാരിച്ചത്. മക്കൾക്ക് കാണിച്ചു കൊടുത്തു, അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. നമസ്കാരം, എൻ്റെ പേര് ഹരി അയ്യർ, ഇതെൻ്റെ വൈഫാണ്. എൻ്റെ പേര് ലത, ഞാൻ ഹൗസ് വൈഫാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. ഒരാൾ MSc ഇൻ്റഗ്രേറ്റഡ് ഡാറ്റാ സയൻസ് കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ 10th, മൂന്നാമത്തെ ആൾ 8th. ഞാൻ സ്വാഗത് ബ്രാഹ്മിൻസ് കാറ്ററിംഗ് സർവീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടുള്ള കല്യാണ മണ്ഡപമുണ്ട്, സ്വാഗത് കല്യാണ മണ്ഡപം എന്നാണ് പേര്. ഞാൻ 25 വർഷമായിട്ട് ഈ കാറ്ററിംഗ് മേഖലയിലാണ്. ഞാൻ ഈ വീട് മേടിച്ചിട്ട് ഏകദേശം 30 വർഷത്തോളമായി. 30 വർഷമായിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു വീടായിരുന്നു, നല്ല രാശിയുള്ളൊരു വീടാണ്. അപ്പോൾ എൻ്റെ മക്കൾ പറയും, അച്ഛാ എത്ര വർഷങ്ങളൊക്കെ ആയില്ലേ, നമ്മുടെ സ്വാഗതം നല്ല ഡെവലപ്മെൻ്റ് ആയല്ലോ, വീടൊന്ന് മോടി പിടിപ്പിച്ചാൽ കൊള്ളാമെന്ന് മക്കൾക്ക് അതിയായ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, മോടി പിടിപ്പിക്കാം, പക്ഷേ അകത്ത് ഞാൻ ഒന്നും ചെയ്യില്ല, എക്സ്റ്റീരിയർ മാത്രം നന്നായി ചെയ്യാം. പിന്നെ നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും വൈഫിനും അമ്മയ്ക്കും ഈ കിച്ചൺ പൊതുവേ ചെറുപ്പം മുതലേ നമ്മൾ നന്നായി നോക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. കിച്ചൺ വളരെ നന്നായിരിക്കണം, അതെനിക്ക് വളരെ ഇഷ്ടമാണ്, എൻ്റെ വൈഫിനും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് പ്രേം സാർ. ഞാൻ പ്രേം എന്ന് വിളിക്കും, പക്ഷേ പ്രേം സാറായി മാറിയിപ്പോൾ. ഓക്കെ, അപ്പോൾ പ്രേം സാറായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ നല്ലൊരു സജഷൻ എനിക്ക് തന്നു. പിന്നെ കുറേ പേര് പറഞ്ഞു, നമ്മളായി അവരെ കോൺടാക്ട് ചെയ്താൽ മതി, ഒന്നും അറിയേണ്ട ഹരി സാറേ, അത് നന്നായി ചെയ്തിരുന്നു, നന്നായി പറഞ്ഞപ്പോൾ അത് എനിക്ക് വ്യക്തമായി. അപ്പോൾ ഞാൻ പ്രേം സാറെ ഒരു ദിവസം വിളിച്ചു, അവരെല്ലാവരും വന്നു, അതെല്ലാം വേണ്ട വിധത്തിൽ നോക്കി. അപ്പോൾ ഞാൻ വൈഫിനെയും വിളിച്ച് സംസാരിച്ചു, ഇതെങ്ങനെയുണ്ട്, കൊടുക്കാവോ കൊള്ളാവോ, ഇതെങ്ങനെയാവും നമുക്കറിയില്ലല്ലോ, ഇത് മാറ്റണോ, ഇനി ഇത് എന്താവുമെന്നൊന്നും അറിയാത്ത ഒരു ടെൻഷനിലായിരുന്നു. പിന്നെ ഒരു 3D എനിക്ക് തന്നു. 3D നോക്കിയപ്പോൾ ഞാൻ പ്രേം സാറടുത്ത് ചോദിച്ചു, ഇത് എൻ്റെ വീട് തന്നെയാണോ അതോ വേറെ വല്ല വീടും ആക്കി തന്നാണ് സത്യം ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഹരി സാറേ, ഇത് സാറുടെ വീട് തന്നെയാണ്, നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ, പക്ഷേ ടൈം എടുക്കും. ഞാൻ പറഞ്ഞു, ടൈം എടുത്താൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കണം, എന്നാൽ ഞാൻ വളരെ ഹാപ്പിയാണ്, പേടിക്കണ്ട. വൈഫിനൊക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചു, ഞാൻ വൈഫിനെ കാണിച്ചു. വൈഫ് എന്ത് പറഞ്ഞു, ഈ ഇതൊക്കെ നമ്മുടെ വീട് തന്നെയാണോ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചു. മക്കൾക്ക് കാണിച്ചു കൊടുത്തു, അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. അങ്ങനെ നമ്മൾ ഓഫീസിൽ പോയി അവരായിട്ട് സംസാരിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് എക്സ്റ്റീരിയർ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് നല്ലൊരു കിച്ചൺ ആൻഡ് ഡൈനിങ് ഹാൾ, ആ മോഡുലാർ ആയിട്ട് അതിന് എത്ര പൈസ ചിലവാക്കിയാലും എനിക്ക് കുഴപ്പമില്ല, അത് വളരെയധികം എനിക്ക് വൃത്തി വേണം എന്നുള്ള ഒരു തന്നെയായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ അടുത്തും ഞാൻ ആ ഒരു കിച്ചൻ്റെ ആ ഒരു മോഡുലാർ കിച്ചൻ്റെ ആ ഒരു പിക്ചർ തന്നപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ വൈഫിന് വളരെയധികം ഇത് ഇഷ്ടപ്പെട്ടു. എന്തല്ലാതെ അതെ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെന്നെ സജസ്റ്റ് ചെയ്യുക ചെയ്തത്, അതങ്ങനെ മതി എന്നുള്ളത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പ്രേം സാറായിട്ട് സംസാരിച്ചിട്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു വർഷത്തോളം വർക്ക് എടുക്കേണ്ടി വന്നു. കാരണം ഒരു പഴയ വീടിനെ ഈ രീതിയാക്കി എടുക്കാൻ അത് എനിക്ക് തോന്നുന്നത് പ്രേം സാറേ പറ്റൂന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ആരും റിസ്ക് എടുക്കാറില്ല. കാരണം അവരൊക്കെ വലിയ ടീമുകളാണല്ലോ, വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഒരു മോഡിഫൈ ചെയ്യാൻ വേണ്ടി അവർ അത്ര മെനക്കെടുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല ആൾക്കാരെ വിട്ടു തന്നു, നല്ല ഇൻറ്റീരിയൽ ടീമിനെ വിട്ടു തന്നു, നല്ല ഡിസൈൻ തന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ബാക്കിയെല്ലാം പ്രേം സാറിനെ ആളെ അറേഞ്ച് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി. നമ്മൾ ഡേ ബൈ ഡേ ഓരോരോ ദിവസം കഴിയും തോറും നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറിന് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ദിവസം ചോദിക്കുകയും ചെയ്യും, സാറേ ഇത് ഹാപ്പി അല്ലേ, ഇത് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഞാൻ ഇട്ടിരിക്കുന്നതൊക്കെ നല്ല കോസ്റ്റ്ലി സാധനങ്ങളാണ് സാർക്ക് ഇട്ടിരിക്കുന്നത്. സാറിൻ്റെ ഫിനാൻഷ്യലി സെറ്റപ്പ് എങ്ങനെയോ അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് ഇറങ്ങി. അപ്പോൾ അത് നമുക്ക് പ്രേം സാർ പറയുന്ന പോലെ തന്നെ അത് മുന്നോട്ട് പോകാമെന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ അവരുടെ നല്ല സൂപ്പർവൈസേഴ്സും ഡെയിലി വരിക, ചെക്ക് ചെയ്യുക, അത് വൃത്തിയാക്കാൻ ആളെവിടെ, അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അത് വളരെ എനിക്കൊരു ടെൻഷനില്ലാതെ കൊണ്ടുപോകാൻ പറ്റി മാത്രമായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. വീടൊക്കെ പൂർത്തീകരിച്ചു. ഇനി കുറച്ച് ഗാർഡൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സ്റ്റീരിയറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 2-3 മാസമായിട്ട് നല്ല മഴ കാരണം എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി വൈഫിനടുത്ത് ചോദിച്ചു നോക്കുക, കാരണം അവരൊക്കെയാണല്ലോ കിച്ചണിലെ. ഞാൻ എൻ്റെ ഈ കഷ്ടപ്പാട് അവരും കൂടെ ഒന്ന് പറയണ്ടേ.
പറഞ്ഞോളൂ. അതെ കേട്ടോ, ചെയ്തത് നല്ല വർക്കായിരുന്നു, നല്ല സാറ്റിസ്ഫൈഡ് ആയി, എല്ലാം സൂപ്പറാണ്, ഇത്രയേ ഉള്ളൂ പറയാം. അത് പറയാ, അതായത് അങ്ങനെയില്ല. ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ നമ്മള് റോഡ് സൈഡാണ് നമ്മൾ അല്ല താമസിക്കുന്നത്. എല്ലാരും പറഞ്ഞു കേട്ടോ, എല്ലാം നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് വർക്ക്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് ബ്രാഹ്മിൻസ് കല്യാണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മണ്ഡപത്തിലുള്ളത്. കാരണം മനസ്സിലായി നല്ല. അപ്പോൾ അത്ര എവിടെ നിന്നൊക്കെയോ വരുന്ന ഒരു പാലക്കാട്ടുകാരല്ല, ഒക്കെ ഈ ബോംബെയും ഹൈദരാബാദ്, ബറോഡ, പല സ്ഥലത്തിലത്തെ ടീമാണ് ഇവിടെ വരുന്നത്. അവരൊക്കെ എൻ്റെ ഈ വീട് കണ്ടിട്ട് വളരെയധികം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് ഹരിസാറിൻ്റെ വീടാണ് അല്ലേ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു ഒരു ഇത് അതാണ്. ഇപ്പോൾ കുട്ടികൾ പറയും, മൂത്തം പറയും, ഇതാണ് അച്ഛൻ ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഈ വീട് ഞാൻ മോഡിഫൈ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ലേ. ഇപ്പം എത്ര പേര് നോക്കിയിട്ട് പോകണം അച്ഛൻ്റെ വീട്. അത് നമ്മുടെ വീട് സ്വാഗത്, ആ ഒരു വീട് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിലയുണ്ടല്ലോ അച്ഛാ എന്ന് പറയുമ്പോൾ ശരിയാണ്, കുട്ടികൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി കേട്ടോ. സത്യത്തിൽ വീട് സൂപ്പറായിട്ടുണ്ട്. ഇവിടുന്ന് ആ പണിക്കാർ ചോദിച്ചു, ഞാൻ അപ്പോൾ പറഞ്ഞു ഇന്ന് ഇരിക്കുന്നതാണെന്ന്. ഒക്കെ നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ട അടുക്കളയായി. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. സന്തോഷമായി. എല്ലാം കൊണ്ടും അഭിവൃദ്ധി ഉണ്ടാവട്ടെ. വളരെയധികം താങ്ക്സ്. Thank you, Mona and Griha.